Good afternoon. Good afternoon, teacher. How are you? Fine. Thank you. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. I made snowflakes. Yeah, very good. 1 second, okay. Pin ചെയ്യട്ടെ. Okay. Yes, very nice. Can you teach others? No, teacher. Just I look at the YouTube, and I made. If everybody want, I will try one more, and I learn. After I learn, I will teach them. Okay. Okay, thank you. Sure. Welcome. Okay, fine. Who is going to do prayer? പക്ഷെ പേരേ ഉള്ളോ ജോയിൻ ആയി വരണേ ഉള്ളോ? If anybody is not ready to prayer, I will say. Okay, teacher. സമയം കളയണ്ട. Yes, you can. Please. ഓക്കെ, അന്ന് ചേച്ചി പാടിയപ്പോ എനിക്കും മലയാളം പ്രയർ പാടണം ഒരു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ മലയാളം പ്രയറാണ് പറയുന്നത്. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. So soothing, right? നമ്മളുടെ പഴയ കാലങ്ങളിലേക്കുള്ള തിരിഞ്ഞു പോകുന്ന പോലെ തോന്നും. മനസ്സിലിങ്ങനെ മറന്നു പോകാത്ത കുറെ പ്രേയേഴ്സ് അല്ലേ സ്കൂളിൽ പഠിപ്പിച്ചേ. അതുപോലെ ആ ഒരു അതും എനിക്ക് ഓർമ്മ വന്നു. ഒരു മൂവിയിലെ സോങ്, ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപം, ഈ വിളക്കിന്റെ വന്നപ്പോഴേ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. യെസ് ടീച്ചർ, ഇത് കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു പ്രയറാണ്. അപ്പൊ ഞാനത് എഴുതി വെച്ചു, എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോ പാടാന്ന് വിചാരിച്ചിട്ട്. Okay, very good. Who is going to do thought of the day and signing? മാം സൈനിങ് ഞാൻ ചെയ്യാം. Okay, Fatima. തോട്ട് ഓഫ് ദ ഡേ കഴിഞ്ഞിട്ടല്ലേ സൈനിങ്? Yeah, thought of the day ആരെങ്കിലും ഉണ്ടോ? Fatima, you continue. Yes, ma'am. Good afternoon, everyone. Myself, Fatima. Today, I'm going to present the signing song. It's a simple number song for kids. So, let's start. Can you see me properly?
5 fingers, what can I be? I can be a lion, roar, roar, roar. 4 fingers, what can I be? I can be a bird, fly, fly, fly. 3 fingers, what can I be? I can be a cat, meow, meow, meow. 2 fingers, what can I be? I can be a bunny, hop, hop, hop. 1 finger, what can I be? I can be a quiet, shh, shh, shh. That's all. Thank you. തന്നെ ക്രിയേറ്റ് ചെയ്താണോ? നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം, അതുകൊണ്ട് ചോദിച്ചത് സ്വന്തം ആണോ എന്നുള്ളത്. Okay, so no thought of the day today. Thought of the day പറയാൻ ആരുമില്ല. ഞാൻ നിങ്ങളോട് Hello, madam. yes. Can I say? Yeah, sure. 4 things. Today I welcome Jisha madam to the class first. After all my colleagues. Okay, let me start. 4 things to remember in life. If you are right, don't waste time proving it to everyone. If you are wrong, don't waste time pretending to be right. If you need help, don't waste time asking for it always. Remember, life is too short. Therefore, don't waste time on sadness and negativity. Thank you. ഒരു തോട്ട് ഓഫ് ദ ഡേ നമ്മളുടെ ആ ഒരു ഡേ മുഴുവനും ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കും അല്ലെ? അതുപോലുള്ള തോട്ട്സ് ആണ് നിങ്ങൾ പറയുന്നത്. ഇന്നെന്ത് പറ്റി ക്ലാസ്സില് സ്ട്രെങ്ത് കുറവ്? Okay, so we were discussing about our mental health and mental hygiene, ours and others also. നമുക്ക് കാണാൻ പറ്റും മറ്റുള്ളവരിലെ മെന്റൽ ഹെൽത്തിന്റെയും ഹൈജീന്റെയും റിഫ്ലക്ഷൻസ് നമ്മൾ നല്ലപോലെ ഒന്നും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ നമ്മുടെ ഒബ്സർവേഷൻ ഒക്കെ ഇനി നല്ല കുറച്ചുകൂടെ ഷാർപ്പ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോൺ വെർബൽ ക്യൂസ് എന്നാണ് പറയുന്നത്. കാരണം സംസാരിക്കാതെ തന്നെ അവരുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾക്ക് അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ ഹാൻഡ്സ് കൈകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് ദെയർ. നമുക്ക് ഇന്റർവ്യൂൻ ചെയ്യാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇന്റർവ്യൂൻ ചെയ്യാം. യൂണിറ്റ് 6 അല്ലേ? നമ്മൾക്ക് ഫേസ് നോക്കിയാലും മനസ്സിലാവില്ലേ ടീച്ചർ? ചിലവര് എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നവര് ഒരു ഫേസ് കാണുമ്പോൾ മനസ്സിലാവില്ലേ എന്തോ ഒരു വിഷമമുണ്ട് എന്നുള്ളത്? നോൺ വെർബൽ ക്യൂസ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളുടെ മാനറിസം, നമ്മുടെ ശബ്ദം, അതിൽ നിന്നൊക്കെ നമുക്ക് ശബ്ദത്തിനൊരു ഇടർച്ച അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ദേ ആർ സഫറിങ് സംതിങ് എന്നുള്ള രീതിയിൽ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. PFA അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മെന്റൽ ഹെൽത്തിന്റെയും മെന്റൽ ഹൈജീന്റെയും ഡെഫിനിഷൻസ് പറഞ്ഞു. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷൻസ് പറഞ്ഞു. അത് ചില എക്സാമ്പിൾസ്, ചില ഇൻസിഡൻസ് റിലേറ്റ് ചെയ്ത് നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിക്കുകയുണ്ടായി. മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ്, അങ്ങനെ അത് മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഇൽനെസ് എന്താണെന്നെല്ലാം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഈ ഒരു പാരഗ്രാഫ് ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയല്ലേ? ആ മീൻസ് ആൻഡ് എൻഡ്സ്, ഒരെണ്ണം മാർഗാണെങ്കിൽ ഒരെണ്ണം റിസൾട്ട് കിട്ടുന്നു. മെന്റൽ ഹൈജീൻ ആണ് മീൻസ്, അതിലൂടെ നമുക്ക് കിട്ടുന്ന എൻഡ് റിസൾട്ട് മെന്റൽ ഹെൽത്ത് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. വാട്ട് വി യൂസ് ടു ഡു അതാണ് നമ്മൾ എന്ത് കാര്യവും എന്ത് ലക്ഷ്യത്തിലെത്താനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗം. വാട്ട് വി യൂസ് ടു ഡു ആൻഡ് വാട്ട് വി എയിം ടു ഡു എന്നുള്ള രീതിയിൽ അതാണ് മീൻസ് ആൻഡ് എൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്തിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് ഒക്കെ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെന്റൽ ഹെൽത്തിനെ കുറിച്ച്. സോ ഹു ഈസ് റെഡി ടു റീഡ്? ഫസ്റ്റ് പാരഗ്രാഫ് ഓൺലി. ആരുമില്ല? Miss, ഞാൻ വായിക്കാം. ഓ യെസ്. Mental health. A healthy individual is not only physically healthy but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind and controlled feelings. Health is a state of being sound or whole in body and mind. It means that both body integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ്സിൽ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോഡി മാത്രം ഫിസിക്കലി നമുക്ക് എല്ലാ ഹെൽത്തും ഉണ്ട്, ഭക്ഷണം എല്ലാം കഴിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ ഹെൽത്തിയാണ്. ബട്ട് നമ്മളുടെ ഒരു മെന്റൽ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെൽബീയിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ഫിസിക്കലി ഹെൽത്ത് മാത്രം പോരാ, മെന്റലി ഹെൽത്തും ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. ഇപ്പോ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ പ്ലെയേഴ്സ് ഒക്കെ ഇല്ലേ, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ഒക്കെ ആണെങ്കിലും, അവരൊരു മാച്ചിന് പോകുന്നതിന് മുമ്പ് തന്നെ അവര് ഒരു ഇതുപോലുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യും. അവർക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി. കാരണം അത്രയും സ്ട്രെസ്സിലാണ് അവർ കളിക്കാൻ പോകുന്നത്. ആ ഒരു കളിയിലേക്ക് പോകുന്ന അത്രയും ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഭയങ്കരമായിട്ട് സ്ട്രെസ്സും സ്ട്രെയിനും അവരിലുണ്ടാവും. അതൊന്ന് ശരിയാക്കാനായിട്ട് അവർ ഇതുപോലെ തന്നെ ഏതെങ്കിലും സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്ത് അങ്ങനെ ഒരു സെഷൻ വെച്ച് അതിന് ശേഷമായിരിക്കും റിലാക്സ്ഡ് ആയിട്ട് അവരകത്ത് പോകുന്നത്. അത് മോഡേൺ കൺസെപ്റ്റ്. ഇപ്പോഴത്തെ ഒരു നമ്മളുടെ ഒരു മോഡേൺ കൺസെപ്റ്റ് അതാണ്. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആളുകൾ പറയാ? എന്ത് പറയും? അവര് ആ സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കിന് മുമ്പിൽ കൂടെ പോണ കണ്ടു കഴിഞ്ഞാൽ തന്നെയും ഇങ്ങനെ ഭയങ്കര കഥകളൊക്കെ പരക്കും അല്ലെ. പക്ഷെ ഇപ്പൊ അതൊരു കോമൺ ആയിട്ട് മാറിയിരിക്കുന്നു. ലൈക്ക് എക്സാമിന് മുമ്പ് കുട്ടികൾക്ക് സെഷൻ കൊടുത്തു തുടങ്ങി. അവരെങ്ങനെ കൂളാവണം, എങ്ങനെ റിലാക്സ് ചെയ്യണം എന്നുള്ളത് അത് സെഷൻസ്, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ ശരിക്കും പണ്ട് തുടങ്ങിയ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒരു സ്ട്രെസ്, ആ ഒരു പേടി, അങ്ങനെ ചില ട്രോമകൾ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ചില ധാരണകൾ, അത് ശരിയായ ഇൻഫർമേഷൻസ് മനസ്സിൽ കാണില്ല. അതെല്ലാം ഇതിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിലപ്പോ പ്രഗ്നൻസി ആവുന്ന സമയത്ത് ഭയങ്കര ഒരു സ്ട്രെസ് ഒക്കെ വരുമ്പോൾ അവിടെയും സെഷൻസ് കൊടുക്കാറുണ്ട്. ആഫ്റ്റർ ഡെലിവറി പോസ്റ്റ്മോർട്ടം ഉണ്ടാവാറുണ്ട് പലപ്പോഴും ലേഡീസിന്. അപ്പൊ അവിടെ വരും അങ്ങനത്തെ കേസസ് വരുമ്പോഴും അവർക്ക് അങ്ങനെ അപ്പോഴും ഇതുപോലൊരു കൺസൾട്ട് കൊടുക്കാറുണ്ട്. ബോഡിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ശരീരത്തിന്റെ ഹെൽത്ത് മാത്രം പോരാ, മനസ്സിന്റെ ഹെൽത്തും പ്രധാനമാണെന്ന് പറയും. നമ്മൾ പറഞ്ഞു ഇതിന്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ ആണ് പുറത്തേക്ക് വരുന്നത്. തലവേദന, ഭയങ്കര സ്റ്റൊമക് പെയിൻ, ലൂസ് മോഷൻ, ഇതെല്ലാം നമുക്കുണ്ടാകുന്ന സ്ട്രെസ് കൊണ്ട് ഫോം ചെയ്യുന്നതാ. പലപ്പോഴും ഒരു കെമിക്കൽ റിയാക്ഷൻ ബോഡിയിൽ നടക്കും നമുക്ക് സ്ട്രെസ് വരുമ്പോഴേക്കും. ചിലർക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് ഫോം ചെയ്യും.
ടെൻഷൻ, സ്ട്രെസ് ഒക്കെ വരുമ്പോൾ ചിലർ കുറെ കരഞ്ഞു കഴിയുമ്പോഴും ഇതുപോലെ ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മളുടെ ബോഡി കാണിക്കുന്ന റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ആണ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ശരിയല്ലെങ്കിൽ. ഒരു സൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സൗണ്ട് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹി ക്യാൻ കൺട്രോൾ ഹിസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. അങ്ങനെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ പോകുന്ന ഒരാൾക്ക് അയാളുടെ ഇമോഷൻസും ഫീലിങ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ഭക്ഷണത്തിനോട് ചിലപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ബട്ട് വി ക്യാൻ കൺട്രോൾ, നമുക്കത് കഴിക്കാൻ പാടില്ലെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു ഫാസ്റ്റിങ്ങിലാണ്, നമ്മള് താല്പര്യത്തോടു കൂടി എടുത്തൊരു ഫാസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ആ ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ തന്നെ. അതുപോലെ തന്നെയാണ് മെന്റൽ ഹെൽത്തിന്റെ കാര്യം. നമുക്ക് നമ്മുടെ ഇമോഷൻസ് അൺവാണ്ടഡ് അങ്ങനെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പോ ബോഡിയുടെ മാത്രമല്ല മൈൻഡിന്റെയും ഒരു ബോഡിയും മൈൻഡും ഒരുപോലെ സൗണ്ട് ആയിരിക്കുന്നത്, നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനറലി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി, അതിന്റെ ഹെൽത്ത് ആണ്. അവിടെ ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നുണ്ട്. അവിടെ നിങ്ങളത് എഴുതി ചേർക്കുക. ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് അവിടെ മിസ്സായി പോയിട്ടുണ്ട്. It means that both body and mind integrated psychosomatic unit. Psychosomatic എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, സ്ട്രെസ് ഒക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു തരം ഡിസ്റ്റർബൻസസ്, നമ്മുടെ എന്താ പറയാ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസസ് ആണ്. ബ്രെയിനിലെ ചില ന്യൂറോ യൂണിറ്റ്സുകൾ ഉണ്ട്, അതിലുണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസസ്, അതാണ് പറയുന്നത്. whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. നമ്മളുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോ വല്ലാതെ റിയാക്ട് ചെയ്യും അല്ലെ, വല്ലാതെ റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരാളോട് പെരുമാറുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് പെരുമാറുന്നത് ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും. നിങ്ങളെ ഒക്കെ ക്ലാസ് എടുക്കാനായിട്ടൊരു ടീച്ചർ വരുന്നു എന്ന് വിചാരിക്കാം. ടീച്ചർ ഭയങ്കരമായിട്ട് എന്തോ സ്ട്രെസ്സിലാണ്, വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോൾ അവര് ബേസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നമ്മളോടായിരിക്കും. അവരുടെ ആ ഒരു മെന്റൽ സ്ട്രെസ് കൊണ്ട് അവര് അതിനൊരു സോഷ്യൽ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് അവരുടെ അതുവരെയും കാണാത്തൊരു ഫേസ് നമ്മൾ കാണുന്നു. അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ചിലപ്പോൾ ബേസ്റ്റ് ഔട്ട് ആവുന്നു, കുട്ടികളോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അപ്പൊ അതുവരെയും അവരെ കണ്ടിട്ടില്ല. അത് അവരുടെ മെന്റൽ സ്ട്രെസ് കൊണ്ടുണ്ടായ ഒരു സോഷ്യൽ എഫക്റ്റീവ്നെസ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ വെൽബീയിങ്, നമ്മളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് നമ്മുടെ വെൽബീയിങ് ആവണമെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, സോ അതാണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ബോത്ത് മൈൻഡ് ആൻഡ് ബോഡി. രണ്ടിന്റെയും ശരിയായ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ശരിയായ ഒരു രീതിയാണ്, ശരിയായതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ബോഡിയും മൈൻഡും, ഹോൾ ബോഡി ആൻഡ് മൈൻഡ്, അതാണ് ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽത്ത് എന്ന് പറയുന്നത് മൈൻഡിന്റെയും ബോഡിയുടെയും കൂടെ ഹോൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, ഹെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, നമ്മളുടെ ശരീരത്തിന്റെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പിന്നെ സോഷ്യൽ. ഇപ്പൊ ഞാൻ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുക, ബട്ട് ആളുകളോട് പെരുമാറാൻ എനിക്കറിയില്ല, ദാറ്റ് മീൻസ് എന്റെ ഹെൽത്ത് ശരിയല്ല. ഹോൾ ആയിട്ട് ഹെൽത്ത് പറയുവാണെങ്കിൽ ഫിസിക്കലി ഓക്കെയാണ്, പക്ഷെ ഒരാളോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും എനിക്കറിയില്ലെങ്കിൽ ആ സോഷ്യൽ എന്നുള്ള ആ കമ്പണന്റ് എന്റെ ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ സ്പിരിച്വൽ വെൽബീയിങ്, നമ്മൾ പറഞ്ഞു സ്പിരിച്വൽ വെൽനെസ്, നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് എടുത്തപ്പോ പറഞ്ഞു നമ്മളുടെ മോറൽ വാല്യൂസ് എല്ലാം കിട്ടുന്നത് നമ്മളുടെ ചില
ട്രഡീഷൻസ്, നമ്മളുടെ ബിലീഫ് എല്ലാത്തിൽ നിന്നാണ്, സ്പിരിച്വൽ ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നിന്നാണ് പല മോറൽ വാല്യൂസ് കിട്ടുന്നത്. സംസാരിക്കുമ്പോൾ നല്ല വാക്കുകൾ, നല്ല ഇത് വരണം, ആളുകളെ മുഷിപ്പിക്കാതിരിക്കുന്നു. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയോ കോംപ്രമൈസ് ചെയ്യുകയോ ചെയ്യുകയല്ല, അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കാതെയോ പറയാതെ ഇരിക്കുന്നത് പലപ്പോഴും നമ്മുടെ സ്പിരിച്വൽ വെൽബീയിങ് വെച്ചിട്ടാണ്. നമ്മുടെ ചില ബിലീഫും അങ്ങനെ നമ്മൾ വളരുന്ന ഒരു സാഹചര്യം എല്ലാം കൂടെ. അപ്പൊ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇതെല്ലാമായിട്ട് കണക്റ്റഡാ. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ്. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽത്ത് എന്നുള്ള വലിയൊരു ഫാക്ടറിന്റെ മെയിൻ ഒരു കമ്പണന്റ് തന്നെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിന്റെ ഹെൽത്ത് നല്ലതാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും, നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കും. ഇപ്പൊ നമുക്ക് തോട്ട് ഓഫ് ദ ഡേയിൽ പറഞ്ഞില്ലേ, പോസിറ്റീവ് തിങ്സ്, നെഗറ്റീവിനോടൊക്കെ നമ്മൾ വിട പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആ ഒരു ബാലൻസ് അത് നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇച്ചിരി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ഭയങ്കര കോൾഡ്, നമ്മളങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ 1 hour വന്നിരിക്കുക, ഭയങ്കര തുമ്മലും കോൾഡുമാണ്, നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടായിരിക്കും ക്ലാസ്സിലിരിക്കുന്നത് അല്ലെ. സോ അപ്പൊ നമ്മൾ ആകെ ഡൗൺ ആയി പോകും, ക്ലാസ് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്കാണെങ്കിൽ എനിക്ക് മര്യാദയ്ക്ക് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റാതെ ചിലപ്പോ ഞാനങ്ങ് ലീവ് ആയി പോകും, നമ്മളങ്ങ് ഡൗൺ ആയി പോകും. അപ്പൊ അതും അങ്ങനെ ഇപ്പൊ എന്ത് സംഭവിക്കുമ്പോഴും നമുക്കിത് വരും. അപ്പൊ അപ്പൊ നമുക്ക് അതിനുള്ള റെമഡി നമ്മൾ എടുക്കുന്നു, മെഡിസിൻസ് എടുക്കുന്നു, ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളത് ശരിയാക്കി എടുക്കും. വി നോ ഹൗ ടു മേക്ക് ഇറ്റ് ബാലൻസ്. നമുക്കത് എങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അതാവുമ്പോൾ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെയാണ്. അങ്ങനെ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് പറ്റുന്ന ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല, ബട്ട് നമുക്കൊരു ഉറപ്പുണ്ട്. ഇപ്പം കുട്ടികൾക്ക് അമ്മമാര് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അവർക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. ഓപ്പൺ അപ്പ് ചെയ്യുമ്പോഴേക്കും അവർ ആശ്വാസമായി ആ ഒരു ഫീൽഡിലേക്ക് അവർ പോകും. അതിന്റെയും ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴൊക്കെയാണ് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വരുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ നമുക്കത് മനസ്സിലാക്കി നമുക്കത് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഒന്ന് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് പോലെ കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് വായിക്കാം. ഐ ആം സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. ഇതാരെയും കാണിക്കാനല്ല കേട്ടോ, സബ്മിഷൻ ഒന്നുമല്ല, നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഐ ആം സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് മൈ ലൈഫ്. അപ്പൊ അവിടെ ഓപ്ഷൻസ് ഉണ്ട്. എഗ്രി, ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നു. ഡിസഗ്രി ചെയ്യുന്നു. അൺസർട്ടൺ, വലിയ ഉറപ്പൊന്നുമില്ല. സംടൈംസ് ഐ ആം ഹാപ്പി, സംടൈംസ് ഐ വിൽ ബി ഇൻ ബിഗ് ടെൻഷൻ. ആ ഒരു രീതിയിലായിരിക്കും. അങ്ങനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ടല്ലേ. അപ്പൊ എന്താണോ ആൻസർ, അപ്പൊ ഓരോന്നിനും പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഗ്രി ചെയ്യുവാണെങ്കിൽ 3 points, നമുക്ക് അതിനെപ്പറ്റി ഷുവർ അല്ലെങ്കിൽ ഐ എം നോട്ട് ഷുവർ എന്നുള്ള രീതിയിലാണെങ്കിൽ 2 marks, ഡിസഗ്രി, ടോട്ടലി ഡിസഗ്രി ചെയ്യുവാണ്, ഞാൻ ഒട്ടും ഹാപ്പി അല്ല എന്ന് നമ്മളങ്ങ് പറഞ്ഞ് 1 mark. ആ ഒരു രീതിയിൽ മാർക്ക് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. മൈ ലൈഫ് ഈസ് വെരി ഹാപ്പി. Some people can say like yes, some can no. അത് നമ്മൾ ആരോടും പറയാനും ഷെയർ ചെയ്യാനും പോണ്ട കാര്യമല്ല കേട്ടോ. നമ്മൾ തന്നെ എഴുതി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കോർ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ അതൊരു ഏകദേശം ഒരു 15 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആ 15 സ്റ്റേറ്റ്മെന്റ്സിനും നമ്മളുടെ റെസ്പോൺസിനനുസരിച്ച് പോയിന്റ്സ് ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്കോർ അനുസരിച്ച് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഗുഡ്, ഫെയർ, പുവർ ആ രീതിയിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ക്ലാസ് റൂമിൽ തന്നെ ചെയ്ത് കൈവച്ചാൽ മതി ആക്ടിവിറ്റി ആയിട്ട്. ഇത്രയും കാര്യം പറഞ്ഞിരുന്ന് ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് കൂടെ കഴിഞ്ഞിട്ട് അത് നോക്കാം. ഒന്നുകൂടെ ഹെൽത്ത് എന്താന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനാണ്. നെക്സ്റ്റ് ഒരു ഇച്ചിരി വലിയ പാരഗ്രാഫാ. വിൽ റീഡ്. വായിക്കട്ടെ മാം? യെസ്.
From this, one can conclude that mental health has two important phases. It is both individual and social. The individual has to be internally adjusted. He is self confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations, but he achieves this internal adjustment in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success, and happiness in achievement of everyday tasks, of living effectively with others, and showing society considerable behavior. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി മെന്റൽ ഹെൽത്തിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ട്. നമ്മളുടെ മെന്റൽ ഹെൽത്ത് കറക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ റെസ്പോൺസ് അത് കേൾക്കുന്ന ആൾക്ക്, ഇപ്പോ വളരെ ക്ലോസ് ആയ 2 ഫ്രണ്ട്സ്, അതിൽ ഒരാള് ഭയങ്കരമായിട്ട് എന്തോ ഒരു ടെൻഷനില്, അപ്പൊ മറ്റേ ഫ്രണ്ട് ഇത് അറിയുന്നില്ല, ഓടി വന്ന ആളെയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആസ് യൂഷ്വൽ ഒന്ന് ഹഗ് ചെയ്യാനോ എന്ന് വരുമ്പോഴേക്കും തട്ടിത്തെറിപ്പിച്ച് പോകുമ്പോഴേക്കും ഓടി വന്ന ഫ്രണ്ടിന് ഭയങ്കര ഫീൽ ആവുമല്ലോ. സോ ദാറ്റ് മീൻസ് പുറത്തേക്ക് കാണിച്ചത് കൊണ്ട് വേറൊരാളെ അത് അഫക്ട് ചെയ്തു. ആള് ഭയങ്കരമായിട്ട് ടെൻഷനായി പോയി. പിന്നെ ഓൾറെഡി ആളുടെ സ്വഭാവം അറിയുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു റിയാക്ഷൻ പ്രതീക്ഷിക്കാതെ വന്നു ചെയ്യുമ്പോഴേക്കും അവിടെ വേറൊരാളും ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. സോ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ 2 ഫേസസ് ആണ്. ഒന്ന് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കായിട്ടുണ്ടാകുന്നത് നമ്മൾ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഡീവിയേറ്റ് ചെയ്യാം. പാട്ട് കേൾക്കണോ, അങ്ങനെ ചെയ്യാം. ചിലർക്ക് വെറുതെ കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവും. ചിലർക്ക് അല്പനേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ പൊതുവേ ചെയ്യുന്ന പരിപാടി കുക്കിംഗ് ആണ്. അതിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും. ഭയങ്കര കാര്യമായിട്ട് കുക്ക് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കാതിരിക്കാനായിട്ട് വേറെ ഒന്നിലേക്ക് നമ്മളുടെ ആക്ടിവിറ്റീസ് ഒന്ന് മാറ്റും. കാരണം അതിലും ഒരു പൊട്ട ശീലം എനിക്കുണ്ടായിരുന്നു. കുക്കിംഗ് നല്ലതാ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ടെൻഷൻ കൂടുമ്പോൾ. അപ്പൊ അത് നമ്മുടെ ബോഡിയെ ഹാം ചെയ്യുമല്ലോ. അപ്പൊ അതങ്ങ് അറിയാം, പക്ഷെ അങ്ങനെ അങ്ങ് ആയിപ്പോവും. അപ്പൊ അത് മാറ്റിയിട്ട് ഇപ്പൊ ഇങ്ങനെ കുക്ക് ചെയ്യോ അല്ലെങ്കിൽ റെസിപ്പീസ് കാണുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ അതും നമുക്കത് അത് മാറും. ഓരോരുത്തരുടെ രീതി അറിയുന്നത്. ചിലരോട് സംസാരിക്കാനായിരിക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നമ്മൾക്ക് ചെയ്യും. ഇൻഡിവിജ്വൽ ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യുന്നു. സെൽഫ് കോൺഫിഡൻസ്, സഫിഷ്യൻ, അപ്പൊ അതുപോലുള്ള ഇന്റേണൽ കോൺഫ്ലിക്ട്സ്, ടെൻഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ട് അതങ്ങ് മാറും. എന്തെങ്കിലും ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് പുതിയ സിറ്റുവേഷൻസ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം, പെർമനന്റ്ലി ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വീട്. കുറെ ദിവസം നമുക്കൊരു ഒരു സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ചൊരു ടൈം എടുക്കുമല്ലേ. അപ്പൊ അതുപോലെ തന്നെ നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ വീട്ടിലൊരു ലോസ് സംഭവിച്ചു, ഒരു ഗ്രീഫ് സംഭവിച്ചു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതായി, അതെല്ലാം നമ്മളെ ബാധിക്കും. ദാറ്റ് ഇസ് അവർ ഇന്റേണൽ കുറെ കോൺഫ്ലിക്ട്സും ടെൻഷൻസും വരുന്നു. നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. അതൊരു സോഷ്യൽ സെറ്റപ്പിൽ വരുമ്പോൾ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക, നമ്മൾക്ക് കുറെ ആളുകളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അതായത് സോഷ്യലൈസ് ചെയ്യണം. അപ്പൊ അവിടെ വരുന്ന പ്രോബ്ലംസ്, ഇപ്പൊ ചിലപ്പോൾ ഒരു ഗ്രൂപ്പിന് മുഴുവൻ, ഇപ്പൊ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ടീം മെമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വിചാരിക്കും ക്ലാസ്സിൽ ഇപ്പൊ ഒരു ഞാൻ ഉൾപ്പെടെ 49 പേരുണ്ട്. നമുക്കൊരു ഇഷ്യൂ വരുമോ ക്ലാസ്സിൽ. സോ ദാറ്റ് മീൻസ് അതൊരു സോഷ്യൽ സെറ്റപ്പിലുള്ള ഇഷ്യൂ ആണല്ലോ. നമ്മളത് സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പൊ അത് നമ്മളായിട്ട് തന്നെ തീരുമാനിക്കണം. നമ്മൾ തന്നെ തമ്മിൽ സംസാരിച്ച് അങ്ങനെ അത് സോർട്ട് ഔട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ്, അങ്ങനെ ഒരു പേഴ്സണെയാണ് ഒരു സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെ. അതേസമയം സോഷ്യലൈസ് ചെയ്യുന്നില്ല. ലൈക്ക് നമ്മളുടെ വീടിന് അടുത്തൊരു പുതിയ ഫാമിലി വന്ന് താമസിക്കുന്നു, പക്ഷെ അവരാരെ കണ്ടാലും മുഖം താഴ്ത്തി പോകുന്നു, സംസാരിക്കാൻ, അതായത് ഒരു വെൽക്കമിങ് സ്മൈലോ, നമ്മളൊരു വെൽക്കമിങ് സ്മൈൽ അവരോടൊന്നും മിണ്ടാൻ എന്നുള്ള രീതിയിൽ ചെല്ലുമ്പോഴേക്കും ഇവരെങ്ങനെ ആവുമ്പോഴേക്കും നമ്മളിത് എന്താ എന്നുള്ള രീതിയിൽ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നും. അപ്പൊ അതാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ പേഴ്സൺ. മെന്റൽ ഹെൽത്ത്
നല്ല രീതിയിലുള്ള ഒരാള്, അത് അതായത് ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഇപ്പൊ ഡൗൺ ആയാലും അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി, അവരാണ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളവർക്ക് പലപ്പോഴും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് സോഷ്യലൈസ് ചെയ്യുന്ന ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഹാപ്പിനെസ്, അച്ചീവ്മെന്റ്, എവറിഡേ ടാസ്കിൽ അവർക്കൊരു അച്ചീവ്മെന്റ്, ഹാപ്പിനെസ്, എഫക്റ്റീവ് ആയിട്ട് ജീവിക്കും. അങ്ങനെ സൊസൈറ്റി കൺസിഡറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും അവർക്ക്. ചിലർ പറയില്ല അയാളോട് സംസാരിക്കാൻ തോന്നില്ല, ഭയങ്കര ഒരു റഫ് ക്യാരക്ടറാണ്, സോ മിണ്ടാതിരിക്കുന്ന നല്ലത്. പക്ഷെ അത് സോഷ്യലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രിങ്ക്സ് കഴിച്ചിട്ട് അബ്യൂസീവ് വേർഡ്സ് പറയുന്ന ഒരാള്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഡ്രിങ്ക്സ് കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ അയാൾ സംസാരിക്കുന്ന ദേഷ്യം വരുമ്പോൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യും. അപ്പൊ അതൊരു സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ അല്ല. സോ ഇതെല്ലാം മെന്റൽ ഹെൽത്തിന്റെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, സോ വൺ മോർ തിങ് ഐ വിഷ് ടു ആഡ്. നമുക്ക് ഓരോ വീക്കിലും ഒരു കമ്മിറ്റി പോലെ ഫോം ചെയ്യണം. കമ്മിറ്റി മീൻസ് കമ്മിറ്റിയില് കാര്യങ്ങൾ നോക്കാനും ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് 2 ലീഡേഴ്സ് ഉണ്ടാവും. അപ്പൊ ഓരോ ആഴ്ച വരുമ്പോഴും ഓരോരുത്തരുടെ ടേൺ, രണ്ടുപേരായിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആഴ്ചയിൽ വരുന്ന ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ്, പിന്നെ ക്ലാസ് റൂം ചാനലിന് മെസ്സേജ് വരും. എല്ലാവരും ആ മെസ്സേജ് ടൈമിൽ കാണണമെന്നില്ല. അപ്പൊ ആ വീക്കിലെ ലീഡേഴ്സ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ. ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും അറിയിക്കുക. മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. പിന്നെ ഫെസിലിറ്റേറ്ററെ, ക്ലാസ് എടുക്കുന്ന ട്രെയിനറെ, എന്തെങ്കിലും ആ ട്രെയിനർ വിട്ടുപോയിട്ടുണ്ട്, മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. ഞാനായിരിക്കും മറക്കുന്ന ഒരു വ്യക്തി, ബാക്കിയുള്ളവർ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. പിന്നെ തോട്ട് ഓഫ് ദി ഡേ, പ്രെയർ ആരാണ്, തോട്ട് ഓഫ് ദി ഡേ ആരാണ്, സൈൻ ഇൻ ആര് ചെയ്യും, സൈൻ ഔട്ട് ആര് ചെയ്യും, പിന്നെ സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത്, ക്ലാസ് അധികം ടൈം പോവാത്ത രീതിയിൽ അതും കൂടെ ആഡ് ചെയ്ത് ചെയ്യാം. പിന്നെ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഒരു 2-3 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് അവരെ വിഷ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ അത് ക്ലാസ് ലീഡറായിട്ട് വരുന്ന, കമ്മിറ്റിയുടെ ലീഡറായിട്ട് വരുന്ന 2 പേര് ചെയ്യണം. ബാക്കിയുള്ളവരെല്ലാവരും ഈ ലീഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യണം. ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് പലതും മറന്നുപോകില്ല. അതിപ്പോ ഞാൻ പലപ്പോഴും ക്ലാസ് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എവിടെയായിരുന്നു ഞാൻ ക്ലാസ് എടുത്തത്, അതൊക്കെ എന്നെ ഇപ്പൊ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാം, എന്നെപ്പോലുള്ളവരൊന്ന് റിമൈൻഡ് ചെയ്യിക്കാം. ഏതെങ്കിലും വർക്ക് ചെയ്യാൻ തരാനുണ്ടെങ്കിൽ അതെന്നെ റിമൈൻഡ് ചെയ്യിക്കാം. അതൊക്കെ ചെയ്യാനുള്ള ജോലി ആ 2 പേർക്കായിരിക്കും. ഓക്കെ, പിന്നെ പല ക്ലാസ്സിൽ ഉണ്ടായ ഒരു ചെറിയൊരു പ്രശ്നം, അത് എന്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമായിരുന്നു കേട്ടോ. ലൈക്ക് ഞാൻ പെട്ടെന്ന് ആരെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോൾ ഞാൻ പ്രോംപ്റ്റ് റെസ്പോൺസ് ആയിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയും. പലപ്പോഴും ക്ലാസ് അവേഴ്സ് അങ്ങ് നീണ്ടുപോകും. അപ്പൊ ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ലാസ്റ്റ് 10 to 15 മിനിറ്റ്സ് നമുക്ക് അതിന്റെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അങ്ങനെ പോകും. നമ്മുടെ ക്ലാസ്സും കുഴപ്പമില്ലാണ്ട് പോകും. അത് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളൂ. ഈ വീക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ വീക്കിലെ ക്ലാസ് ലീഡേഴ്സ് ആരാന്നൊക്കെ തമ്മിൽ ഡിസൈഡ് ചെയ്ത് നിങ്ങളത് അസൈൻ ചെയ്തോളൂ, ഡ്യൂട്ടീസും കാര്യങ്ങളും. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ മുന്നോട്ട് വരുന്നതായിരിക്കും നല്ലത്. മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് 2 പേര് മുന്നോട്ട് വരികയാണെങ്കിൽ എല്ലാവരിലും ഈ റോള് പോകണം കേട്ടോ. എല്ലാവരിലും കഴിയുമ്പോൾ വീണ്ടും നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? Okay, Miss. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ നമ്മൾ പറഞ്ഞത്. സോ ഇതിന് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അതുപോലെ തന്നെ മെന്റൽ ഹൈജീൻ, അത് ലോ ലെവലിലുള്ള ആളുകളുടെ ചില ലക്ഷണങ്ങൾ എന്ന് പറയും. ഭയങ്കരമായിട്ട് അവര് ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ആങ്കർ കാണിക്കും, അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ, റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, അതൊട്ടും കംഫർട്ട് അല്ല, എപ്പോഴും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കും. പിന്നെ ചിലരിൽ കാണുന്നതാണ് വിശപ്പില്ലായ്മ, പിന്നെ ഡൈജസ്റ്റ് ചെയ്യാത്തത്, പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാത്തത്, പിന്നെ ഇറഗുലർ സ്ലീപ്പിംഗ് പാറ്റേൺ ആയിരിക്കും അവർക്ക്. നല്ല രീതിയിൽ ഇവർ ഉറങ്ങില്ല, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ചിലർക്ക് ഉറക്കമില്ലായ്മയായിരിക്കും, ഇൻസോംനിയ. പിന്നെ ചിലര് എക്സസ് സ്ലീപ്പ് ആയിരിക്കും, ചിലരങ്ങ് ഉറക്കം തന്നെയായിരിക്കും. പകലൊക്കെ അസമയങ്ങളിലും ഒക്കെ കിടന്നുറങ്ങുന്നു, രാവിലെ എണീക്കുന്നില്ല, ഇങ്ങനെ കിടന്നുറങ്ങും. ചിലര് പകല് മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാത്രി എണീറ്റ് ഇങ്ങനെ നടക്കും.
അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവുണ്ടാകാം, ഇൻസോംനിയ, പിന്നെ നാർക്കോലെപ്സി എന്നാണ് പറയുന്നത് എക്സസീവ് സ്ലീപ്പിന്, നാർക്കോലെപ്സി. അങ്ങനെ സ്ലീപ്പ് പാറ്റേണിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരും. പിന്നെ ആളുകളുമായിട്ടുള്ള പെരുമാറ്റം, അതായത് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഭയങ്കര പുവർ ആയിരിക്കും. ആങ്സൈറ്റി ഉണ്ടാകും, വറി ഉണ്ടാകും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. സെൽഫ്, തന്നോട് തന്നെ, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ ജീവിക്കുന്നത്. സോ ലൈക്ക് ദാറ്റ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് സെൽഫ് ആൻഡ് അതേഴ്സ്, മറ്റുള്ളവരോടും അതുപോലെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. പിന്നെ ഉൾവലിയുന്ന സ്വഭാവം, വിത്ഡ്രോയിങ് സിൻഡ്രോം, റിലേഷൻഷിപ്പുകളിൽ നിന്നെല്ലാം അങ്ങ് വിത്ഡ്രോ ചെയ്യും. കുട്ടികളെ ശ്രദ്ധിക്കുക, പാരന്റ്സ് ആണെങ്കിൽ കുട്ടികളെ ശ്രദ്ധിക്കാതിരിക്കുക, അവർക്ക് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാതിരിക്കുക, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരോട് ഒരു കൺസേണും കെയറും കാണിക്കാതിരിക്കുക, അങ്ങനെയുള്ള വിത്ഡ്രോയിങ്. പിന്നെ ഇപ്പൊ ബ്രേക്കപ്പ് ആവുന്നു, അങ്ങനെ ലൈഫ് പാർട്ട്ണർ ലവ് അഫെയറിലാണെങ്കിൽ ബ്രേക്കപ്പ് ആവുന്നു, അങ്ങനെയുള്ള വിത്ഡ്രോയിങ് ഫ്രം റിലേഷൻഷിപ്സ്. പിന്നെ പലപ്പോഴും ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ഇല്ലേ, നമ്മുടെ വൈറ്റൽസ് ഒക്കെ, ബ്ലഡ് പ്രഷർ, അതുപോലെ ഹാർട്ടിന്റെ ബീറ്റ്, ഹാർട്ട് പാൽപിറ്റേഷൻ, പൾസ് റേറ്റ് ഒക്കെ ഇറഗുലറും അബ്നോർമലായി മാറും. കാരണം ഇവര് ഭയങ്കര സ്ട്രെസ്ഡും ടെൻഷനിലും ആയിരിക്കും. ഇതിലൊക്കെ വേരിയേഷൻസ് വരുന്നു. കംപ്ലീറ്റ് ബോഡിയെ, മെന്റൽ ഹെൽത്ത് ബോഡി ഫങ്ഷനിങ്ങിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. ചിലര് എക്സസീവ് ആയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യും. ഇതിൽ നിന്നൊക്കെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൽക്കഹോൾ, അങ്ങനെ പല സാധനങ്ങൾ. സിഗരറ്റ് സ്മോക്കിംഗ്, ചിലരിങ്ങനെ സ്മോക്ക് ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കും. ഭയങ്കര ടെൻഷൻ, അവര് കൂടുതൽ ഇങ്ങനെ സ്മോക്ക് ചെയ്യുന്ന കാണാം. ഇങ്ങനെ ടെൻഷൻ കൂടുമ്പോൾ സ്മോക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പല രീതിയിലും ടുബാക്കോയുടെ പല ഫോംസും, ഇങ്ങനെ വായിൽ വെക്കണതും, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അങ്ങനെ പല പല രീതിയിലുള്ള ഫോംസ് യൂസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് പുവർ മെന്റൽ ഹെൽത്തിന്റെ കുറെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതിൽ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പിംഗ് പാറ്റേൺ, ഇറഗുലർ ആയിട്ട് ഉറക്കം കൂടുതൽ ഉണ്ടാകാം, ഉറക്കക്കുറവുണ്ടാകാം, ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഉറങ്ങാം. ചിലർ ഉറങ്ങുമ്പോൾ പല പല ഡിസ്റ്റർബിങ് നോയ്സ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ. പിന്നെ അവരുടെ ഫിസിക്കൽ കണ്ടീഷന്റെ തന്നെ, ബോഡി ഫങ്ഷനിങ് തന്നെ ഡിസ്റ്റർബ്ഡ് ആകും. പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, വിത്ഡ്രോയിങ് ഫ്രം റിലേഷൻഷിപ്സ്, അങ്ങനെ. അപ്പൊ നമുക്ക് ഗുഡ് മെന്റൽ ഹെൽത്ത് മാത്രമല്ല, മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ? അത് ഗുഡ് മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 4 ഫാക്ടേഴ്സിലൂടെ. മെയിൻ ആയിട്ടും ആയുർവേദയാണ് പറയുന്നത്, ബട്ട് എല്ലാ ആളുകളും ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു 4 ഫാക്ടേഴ്സ്, അതായത് ആസ്പെക്ട്സ് എന്ന് പറയാം. ഗുഡ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, എങ്ങനെയായാലും മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, PDF ഉള്ളതല്ല, അല്ലാതെ പറയാണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് ലൈഫ് തന്നെയാണ്. ഇവര് പറയുന്നത്, നമ്മളിപ്പോ പല പല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. ആയുർവേദം ആയതുകൊണ്ട് അവരെപ്പോഴും വെജിറ്റേറിയൻ ഫുഡ് പ്രൊമോട്ട് ചെയ്ത് മിസ് ക്ലിയർ ഡൈജസ്റ്റ് മിസ് ബ്രേക്ക് ഉണ്ട്, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുമ്പോ ബ്രേക്ക് ആണ്. ആ ആ റേഞ്ച് കുഴപ്പമില്ല. മിസ് ഒന്നും കൂടെ പറയൂ. നമ്മള് മെന്റൽ ഹെൽത്ത് ഹൈജീന്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് ആണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടല്ലോ, ആദ്യമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അല്ലെ? അതൊക്കെ കേട്ടു. മറ്റേ ഫുഡിന്റെ ഇത് തുടങ്ങിയപ്പോഴാണല്ലേ. നമ്മുടെ 4 ആസ്പെക്ട്സ് ഉണ്ട് ശരിക്കും ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതിനെ ബാധിക്കുന്ന 4 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 4 ആസ്പെക്ട്സ്.
മെന്റൽ ഹെൽത്ത് മാത്രമല്ല, ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പിന്നെ ഹൈജീൻ. ഫിസിക്കൽ ഹൈജീനും മെന്റൽ ഹൈജീനും. അതിന് ഫസ്റ്റ് വൺ ആണ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ലെസ് ഓയിലി, ലെസ് സ്പൈസി, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. അത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ അതെല്ലാം ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് പലപ്പോഴും, കാരണം പല അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പോ നല്ല പോലെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരാള്, അയാൾക്ക് അൾസർ വന്നു, അയാൾ ആകെ ഡൗൺ ആയി, എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഡയബറ്റിക് ആയി, മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു, അതും നിന്നുപോയി. പ്രഷർ വരുമ്പോഴും കുറെ ഫുഡിന് കൺട്രോള്. അങ്ങനെ ചില അസുഖങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഭക്ഷണം കൺട്രോൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഡോക്ടർ പറയും, കേട്ടിട്ടുണ്ടല്ലോ, മരുന്ന് തന്നെയാണ് രോഗം, ഫുഡ് തന്നെയാണ് രോഗം കൊണ്ടുവരുന്നതും, ഫുഡ് തന്നെയാണ് ആ രോഗത്തെ ചെറുക്കാനുള്ള മരുന്ന് എന്നുള്ള രീതിയിൽ ആയുർവേദം എപ്പോഴും പറയുമല്ലോ. സോ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ, നിങ്ങളിപ്പോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള ചാപ്റ്ററിൽ വൈറ്റമിൻസ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഫാറ്റ്സ് എല്ലാം പഠിച്ചു. നല്ല ഫാറ്റും ചീത്ത ഫാറ്റും അങ്ങനെയൊക്കെ പഠിച്ചു. നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് അത് കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിപ്പോ നമ്മളിത് പഠിക്കണം എന്നില്ല, നമുക്ക് അല്ലാതെ തന്നെ അറിയാം. കാരണം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കും. അവർ വളരുന്ന പ്രായമാണ്, അപ്പൊ ഇതൊക്കെ അവർക്ക് വേണം, വൈറ്റമിൻസ് ഇതൊക്കെ വേണം, ക്യാബേജ് വേണം, ക്യാരറ്റ് വേണം, എഗ് കൊടുക്കണം, മിൽക്ക് കൊടുക്കണം എന്നൊക്കെ നമുക്കറിയാം. അത് നമ്മളിത് പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മൾക്ക് അസുഖങ്ങൾ വരും. സോ അതുകൊണ്ട് ഫുഡ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ഹെൽത്തിന്റെ കാര്യത്തിൽ. നെക്സ്റ്റ് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒന്ന് ഊഹിച്ചു പറയാം. ഭക്ഷണം പറഞ്ഞു. അത് നമുക്ക് എല്ലാം കൂടെ ഒരു എന്താ പറയാ, ഒരു ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ രാവിലെ ഒന്നും എണീക്കണില്ല, തോന്നുന്ന സമയത്ത് എണീറ്റ് തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, തോന്നുന്ന സമയത്ത് വീണ്ടും കിടന്നുറങ്ങുന്നു. അതൊരു ശരിയായ ഒരു റൊട്ടീനാണോ? അല്ല. നമ്മളുടെ റൊട്ടീൻ ഇതിന്റെ ഒരു മെയിൻ ഫാക്ടറാണ്, ഹെൽത്തിന്റെ ഒരു മെയിൻ ഫാക്ടറാണ്. അടുത്ത മെയിൻ ഫാക്ടറാണ് റൊട്ടീൻ എന്ന് പറയുന്നത്. നമ്മളുടെ ദിനചര്യ അല്ലെ. റൊട്ടീൻ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം റൊട്ടീനിലുണ്ട്. നമ്മൾ ഉറങ്ങാൻ പോകുന്നത്, രാവിലെ എണീക്കുന്നത്, നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഉറപ്പുവരുത്തുന്നു, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നവരുണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് മെഡിസിൻസ് ഫോളോ ചെയ്യുന്നു, പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളുടെ റൊട്ടീൻസ് നമ്മൾ ഒരു ടൈമില് നമുക്ക് ജ്യൂസാണ്, നമ്മൾ ടൈം വെച്ചിട്ട് ജ്യൂസ് ഈ സമയത്ത്, പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നു. എല്ലാം വരും, റൊട്ടീനകത്ത് എല്ലാം വരും. പിന്നെ നമുക്കറിയാം വേനൽക്കാലം വരുമ്പോ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, മഴക്കാലം വരുമ്പോ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. നമ്മുടെ ക്ലൈമാറ്റിക് ചേഞ്ചിനനുസരിച്ച് നമ്മൾ റൊട്ടീൻ മാറ്റിക്കൊണ്ടിരിക്കും. സോ റൊട്ടീൻ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഫുഡ് ആദ്യം പറഞ്ഞു, റൊട്ടീൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഭക്ഷണം, ദിനചര്യ, ഫുഡ്, റൊട്ടീൻ ഇത് പറഞ്ഞു. ഇനി നമുക്ക് ശരിക്കും 4 ആസ്പെക്ട് ആണ് പറയുന്നത്. ഇനി എന്തൊക്കെ ഉൾപ്പെടുത്താം? ജസ്റ്റ് രണ്ട് ക്ലൂ തരാം. ഫുൾ ടൈം പഠിക്കുന്നു, ഫുൾ ടൈം ജോലി ചെയ്യുന്നു, ഇത് മാത്രം മതിയോ? എന്റർടൈൻമെന്റ്, എന്റർടൈൻമെന്റ്, റിക്രിയേഷൻ, നമ്മളുടെ എന്റർടൈൻമെന്റ് അല്ലെ. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനുള്ള ഒരു എന്റർടൈൻമെന്റ് സെലക്ട് ചെയ്യാം, ആർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള എന്റർടൈൻമെന്റ്. അപ്പൊ തന്നെ നമ്മളുടെ പകുതി അസുഖം മാറും. മ്യൂസിക് തെറാപ്പി, ആർട്ട് തെറാപ്പി ഒക്കെ ഉണ്ട് പല അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്റർടൈൻമെന്റ് സെലക്ട് ചെയ്യുക. പിന്നെ എക്സസൈസ്, നമുക്ക് വളരെ ആസ്വദിച്ച് ചെയ്യാവുന്ന പല ടൈപ്പ് എക്സസൈസുകൾ ഉണ്ടല്ലേ. യോഗയാണെങ്കിലും മോർണിംഗ് വാക്ക്, നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മളുടെ ഫ്രണ്ടിന്റെ കൂടെ നമുക്ക് മോർണിംഗ് വാക്കിന് പോവാം, ലൈഫ് പാർട്ട്ണറുടെ കൂടെ പോവാം, കുട്ടികളെ കൂട്ടി പോവാം, എങ്ങനെയായാലും അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ഇതിന്റെ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ റിക്രിയേഷന്റെ ഒരു കമ്പണന്റ് തന്നെയാണ്. മ്യൂസിക് കേൾക്കുന്നു, ഒരു പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നു, സൂംബ ചെയ്യുന്നു, ഇതൊക്കെ റിക്രിയേഷനിൽ വരും. എക്സസൈസും എല്ലാം റിക്രിയേഷനിൽ വരും. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു തുന്നാൻ ഇഷ്ടമാണ്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നു, പെയിന്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പെയിന്റ് ചെയ്യുന്നു, പടം വരയ്ക്കുന്നു, കുക്ക് ചെയ്യുന്നു, അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾ കം അണ്ടർ റിക്രിയേഷൻ. അപ്പൊ ഫുഡ് കഴിഞ്ഞു, റൊട്ടീൻ കഴിഞ്ഞു, റിക്രിയേഷൻ. നമ്മൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ തോട്ട് ശരിയല്ലെങ്കിൽ അത് മെന്റൽ ഹെൽത്തിനെയും എല്ലാ രീതിയിലുള്ള ഹെൽത്തിനെയും ബാധിക്കില്ലേ?
സോ ലാസ്റ്റ് ഫാക്ടറാണ് തിങ്കിങ്, നമ്മളുടെ വിചാരം. നമ്മൾ തോട്ട് ഓഫ് ദ ഡേയിൽ ഇപ്പൊ പറഞ്ഞ പോലെ പോസിറ്റീവ് തിങ്കിങ് അല്ലെ, നെഗറ്റീവ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് അവർ ഹെൽത്ത്. സൗണ്ട് ആൻഡ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് ക്യാൻ ഓൺലി ബി മെയിൻഡ് വിത്ത് റൈറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ്. ശരിയായ രീതിയിലുള്ള ചിന്ത, തോട്ട് പ്രോസസ് കടന്നു പോകണം. A person who is mentally fit and healthy has self-satisfaction. ഭയങ്കരമായിട്ട് സെൽഫ് കോൺഫിഡൻസ്, സാറ്റിസ്ഫാക്ഷൻ. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യുവാണെങ്കിൽ, വിമർശിക്കുവാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ഞാൻ ക്ലാസ് ഇങ്ങനെ എടുത്താൽ പോരാ, ക്ലാസ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ കുട്ടികൾ അങ്ങനെ പറഞ്ഞു കേട്ടോ. കാരണം വെച്ചാല് ഫുൾ കുറെ പേർക്ക് കുറെ ഡൗട്ട്. അപ്പൊ ഡൗട്ട് പറഞ്ഞ് ക്ലാസ് ടൈം തീർന്നു പറഞ്ഞില്ല. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയ കുട്ടിയോട് വളരെ ധൈര്യമായിട്ട് പറഞ്ഞു, മാം ലാസ്റ്റ് 10 minutes അല്ലെങ്കിൽ 15 minutes ഡൗട്ട് ക്ലിയറൻസ് വെക്കുക. ഞാൻ PDF-ഉം പെൻസിലും കൂടെ നോട്ട്ബുക്കോ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഒന്നും ചെയ്തില്ല, അങ്ങനെ പറഞ്ഞു. ദാറ്റ് വാസ് വെരി നൈസ്. ഷീ ഈസ് വെരി ബ്രേവ്. അത് പറയണം, അങ്ങനെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ പറയണം. അങ്ങനെ നമുക്കൊരാള് നമ്മളെ കറക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ ഓഫ് മെന്റൽ ഹെൽത്ത്. നമുക്ക് പിന്നെ ആളെ അവോയ്ഡ് ചെയ്യുക, ആളോടൊരിത്. ചില ടീച്ചേഴ്സ് അങ്ങനെ ചെയ്യാറില്ലേ? പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചാൽ അവനെ അടിച്ചങ്ങ് ഇരുത്തും. അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരന്റ് വന്ന് ടീച്ചറുടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ അങ്ങ് ഒഴിവാക്കും. അങ്ങനെ ഒരു കുട്ടിയെ ക്ലാസ്സിലില്ലാത്ത പോലെ അവർ ചിലപ്പോൾ ക്ലാസ് എടുക്കും. അങ്ങനെയൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ. മോള് 7ലാണ് പഠിക്കണത്. അപ്പോ ഹിന്ദി ക്ലാസ് അത്ര പോരാ. അപ്പോ പല പാരന്റ്സിനും ടീച്ചറോട് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ കുട്ടിയോട് ഇനി ടീച്ചർക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു പാരന്റ് ധൈര്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എന്റെ കുട്ടിയോട് ദേഷ്യം കാണിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പറയേണ്ടത് എന്തായാലും പറയണം, കാരണം മോൾക്ക് ഹിന്ദിയിൽ മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ശരിക്കും പാരന്റ് കംപ്ലൈന്റ് കൊടുത്തു. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണം. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ഇത് ഇങ്ങനെയല്ല, ഇത് ശരിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇതല്ലല്ലോ, ഇങ്ങനെയല്ലേ ഇതിന്റെ രീതി, അത് പറയണം. അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുടെ മെന്റൽ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കത് വളരെ കൂളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഇത് അങ്ങനെയൊക്കെ ആ ഒരു ആക്സെപ്റ്റൻസ് ലെവലൊക്കെ ഭയങ്കരമായിട്ട് താന്നു പോകുന്നത് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. ഓക്കെ, മോണ്ടിസോറി ടീച്ചർ പറഞ്ഞതുപോലെ എല്ലാ ടീച്ചേഴ്സും അത് പോസിറ്റീവായിട്ട് എടുക്കുന്നില്ല. ചില ടീച്ചേഴ്സിന് ഒരു ഇത് തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ മീറ്റിങ്ങിന് പോയപ്പോ ഒരു പേരന്റ് പറഞ്ഞതാണ്, കുട്ടിക്ക് ഇതുപോലെ ഹിന്ദിക്ക് മാർക്ക് കുറവാണ്. അപ്പോ പിന്നെ എന്താണെന്ന് വെച്ചാല് കുട്ടിയോട് ചോദിച്ചു പോലും, ഇതെന്താ, വേറെ ടീച്ചർ ചോദിച്ചു ഇതെന്താ ഇത്ര മാർക്ക് കുറവ് എന്നിട്ട് പറഞ്ഞു എനിക്ക് എഴുതാൻ സമയം കിട്ടിയിരുന്നില്ല എന്ന്. അപ്പൊ ആ ഹിന്ദി എടുക്കുന്ന ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് എന്താണെന്നറിയില്ല, ടീച്ചർക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്നറിയില്ല. ടീച്ചർ അതിനുശേഷം ആ കുട്ടിക്ക് മാർക്കേ കൊടുക്കുന്നില്ല പോലും. ഒരു പേരന്റ് പറഞ്ഞതാണ്. ശരിക്കും എന്താ പറഞ്ഞാല് അത് ഒരു ടീച്ചർ, ഒരു നല്ലൊരു ടീച്ചർ ആണെങ്കിലും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലെ ടീച്ചർ? അപ്പൊ അതൊരു പക വെച്ചിട്ട് ചെയ്യുന്ന പോലെയാണ് ഇപ്പൊ. അതുകൊണ്ടാണ് ഈ പേരന്റ്സ് ഒന്നും ഒന്നും കംപ്ലൈന്റ് ആയിട്ട് പറയാത്തത്, പിന്നെ കുട്ടികളെ ബാധിക്കുമെന്നുള്ള ഇതില്. അതാണ് ശരിയാ. കുട്ടിയെ ഒറ്റപ്പെടുത്തുവോ? കാരണം ചെറിയ കുട്ടികളല്ല, അവർക്ക് അത് ഭയങ്കര വിഷമൊക്കെ ആവും അങ്ങനെ ഒറ്റപ്പെടുത്തിയൊക്കെ വയ്ക്കും. ഓക്കെ, സോ അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ 4 ഫാക്ടേഴ്സ് പറഞ്ഞു അല്ലെ? ഏതൊക്കെയായിരുന്നു? ഫുഡ്, റൂട്ടീൻ, തിങ്കിങ്, നമ്മളുടെ ചിന്ത. ഓക്കെ, ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ, ഇത് നമ്മൾക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ടൈം നമ്മളൊന്ന് മാനേജ് ചെയ്യണം അല്ലെ? ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഞാൻ എന്തൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ലിസ്റ്റ്. നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്യരുത് എന്നൊക്കെ പറയും, പക്ഷെ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക തന്നെ വേണം അല്ലെ? നാളെ ഇപ്പൊ എനിക്ക് ഇത്ര സമയത്ത് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അവന് ഹോംവർക്ക് ഉണ്ടാവും. ചിലപ്പോൾ ഹോംവർക്ക് കൂടുതലായിരിക്കാം, കുറവായിരിക്കാം. ചിലപ്പോൾ അവർ തന്നെ ചെയ്യുമായിരിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോൾ അടുത്തിരിക്കണം എന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഇവിടെ വീട്ടില് മോൻ അങ്ങനെയാ, അവനെ അടുത്തിരിക്കണം. ഹോംവർക്ക് 1 ഉണ്ടെങ്കിലും ശരി, 3 ഉണ്ടെങ്കിലും ശരി, ആളിരുന്ന് തന്നെ ചെയ്യും, പക്ഷെ നമ്മളിങ്ങനെ അടുത്തിരിക്കണം. പിന്നെ ഫുട്ബോള് TV-യിൽ കാണുമ്പോൾ എനിക്ക് വലിയ താല്പര്യം ഇല്ലാന്ന് അവനറിയാം ഫുട്ബോളിനെ കുറിച്ച്, പക്ഷെ എന്നാലും വിളിക്കും, അടുത്തിരിക്കണം. കാരണം
ഈ മാച്ച് തീരാറാവുമ്പോ ഇവരൊരു സ്ട്രെസ്സിൽ എങ്ങനെ ഇരിക്കണ കാണോ, ഈ ഗോള് ഇപ്പടിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയോട് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഫേസും അവരുടെ ആ മാനേഴ്സും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പൊ ഇവര് ഇങ്ങനെ സ്ട്രെസ് പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ നമ്മൾ പോയി അടുത്തിരിക്കും. അവർക്കൊരു റിലാക്സേഷൻ, സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടെ കിട്ടിയല്ലോ. അപ്പൊ ഈവൻ ഇപ്പം മാച്ച് മിസ്സായാലും അവര് ഓക്കെ, ഒരാള് കൂടെ ഉണ്ടായിരുന്നു, സോ ഐ ക്യാൻ ഹാൻഡിൽ എന്നുള്ള രീതിയിലാണ്. അതാണ്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഓഫ് വർക്ക് പ്രിപ്പയർ ചെയ്യണം. അത് നിങ്ങൾക്ക് ഡെയിലി എന്നുള്ള രീതിയിൽ ചെയ്യാം, വീക്ക്ലി എന്നുള്ള രീതിയിൽ ചെയ്യാം. ഡയറി എഴുതുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ? ആരും യെസ് ഓർ നോ എന്നൊന്നും പറഞ്ഞു വരണ്ട. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഒരു ഡെയിലി ഒരു ഡയറി എഴുതുന്നത് നല്ലതായിരിക്കും. അതിനൊരു ഫോമാറ്റ് ഉണ്ട്, നമുക്ക് മോണ്ടിസോറിക്ക് അതുള്ളതാണ് ഡെയിലി ഡയറി ഫോമാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് എത്ര തവണ ചിരിച്ചു, എത്ര പേരെ നോക്കി ചിരിച്ചു, അതൊക്കെയാണ് അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. ഞാനത് എന്റെ കയ്യിൽ എവിടെയോ ഉണ്ട്, ഞാനത് എടുത്തിട്ട് ഞാനത് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. അതില് ഞങ്ങൾക്ക് എവറി ഡേ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് ഫീൽ ചെയ്ത ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടായെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്തു, അതൊക്കെയാണ് അതിനകത്തുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ. പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു സംഭവം ഉണ്ടോ, ആ സമയത്ത് എന്ത് ഫീൽ ചെയ്തു, അങ്ങനെയൊക്കെ എത്ര പേര് നോക്കിയെന്ന് സ്മൈൽ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര കൗതുകം തോന്നും, ബട്ട് ഇറ്റ്സ് വെരി ഗുഡ്. അത് എഴുതി കഴിയുമ്പോഴേ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. പിന്നെ അതിനകത്ത് കോട്ട് ഓഫ് ദ ഡേ അല്ലെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ, അത് പക്ഷെ ഇതുപോലെ നമ്മൾ എവിടെന്നെങ്കിലും അഡാപ്റ്റ് ചെയ്യുന്നല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ആ ഡയറി എഴുതി തുടങ്ങിയാലോ? ഫ്രം ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ് അത് എഴുതുന്നതായിരുന്നു, ക്ലാസ് തുടങ്ങുന്ന അന്ന് തുടങ്ങി. ഇപ്പൊ ഞാൻ ഈ ടൈം മാനേജ്മെന്റ് വന്നപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു ഡയറി ഫോമാറ്റ് ഞാൻ തരാം. അതില് ഫോമാറ്റിനേ ഉള്ളൂ, യു ക്യാൻ ആഡ് മോർ സിറ്റുവേഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്കും ആഡ് ചെയ്യാം അതിനകത്ത്. ഇത് സബ്മിഷൻ ഉള്ളതാട്ടോ, ഉള്ളതല്ല. ദിസ് ഈസ് യുവർ പേഴ്സണൽ തിങ്. ഇതൊരു ആക്ടിവിറ്റിയാണ്. കീപ്പ് ചെയ്യുക. ഒരു ബുക്ക്, ഡയറി ബുക്ക് എന്ന് പറഞ്ഞിട്ട് നോട്ട് ബുക്ക് ആയാലും മതി. അത് ഈവൻ ഒരാളെടുത്ത് തുറന്നു നോക്കിയാലും അതിനകത്ത് പ്രത്യേകിച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടും ഉള്ളതൊന്നുമില്ല. കാരണം നമ്മള് പോസിറ്റീവായിട്ട് തോന്നിയത് അങ്ങനെയുള്ളതല്ലേ, മേ ബി ഒന്ന് കളിയാക്കുമായിരിക്കും. അത് എടുത്ത് തുറന്നു നോക്കുക. കൂട്ടി വെക്കേണ്ട ഡയറി ഒന്നും, നമ്മൾ അതിനകത്ത് പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല അതിനകത്ത് വരുന്നത്. നമ്മൾക്ക് ആ ദിവസം ഫീൽ ചെയ്തത്, നമ്മളിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ശരിക്കും ഞങ്ങൾ എഴുതുന്നത് ക്ലാസ് കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം എനിക്കുണ്ടായ ഫീല് എവറി ഡേ എഴുതണം കേട്ടോ. ലൈക്ക് ശനി ഞായറും നിങ്ങളുടെ പേഴ്സണൽ ഡേ ആണ്, അന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തതും അതേപോലെ തന്നെ എഴുതി വെക്കുക. അപ്പൊ ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരാം. കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ആഡ് ചെയ്യണം തോന്നുന്നുണ്ടെങ്കിൽ ആഡ്, അങ്ങനെ നിങ്ങൾക്ക് റെലവെന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾക്ക് അത് എഴുതാൻ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത് ആഡ് ചെയ്യാം. ഞാനൊരു കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരാം, യു ക്യാൻ ആഡ് മോർ. ഇത് നമ്മൾ അടുത്ത ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയറിങ് എ ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ്. എന്റെ ഓരോ ഡെയിലി ആക്ടിവിറ്റീസിന്റെ ഒരു ലിസ്റ്റ്. മോർണിംഗ് ഇത്ര ടൈം എണീക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണു. അത് ഇപ്പൊ ഞാൻ തലേ ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാളെ കുക്ക് ചെയ്യാൻ പോകുന്നത് ഉൾപ്പെടെ, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ലഞ്ച് ഇത് പ്രിപ്പയർ ചെയ്യാം, ഡിന്നർ ഇത് ചെയ്യാം, ക്ലാസ്സിന് എനിക്ക് ഇത്ര മണി വരെ, ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ കുറച്ച് സമയം, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം, എനിക്ക് സെൽഫ് ടൈം, എനിക്ക് സെൽഫ് കെയർ ചെയ്യാനുള്ള ടൈം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇഷ്ടം ആ രീതിയിൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. നമ്മള് ഡെയിലി ഡയറി എഴുതുന്നു, പ്രിപ്പയറിങ് എ ലിസ്റ്റ് ഓഫ് വർക്ക്. അപ്പൊ ഡെയിലി ഡയറി ഈവനിങ് എഴുതുന്നു, ലിസ്റ്റ് ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ്. ക്ലിയർ ആയോ? ഇനി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോ നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്യാം. ആ ലിസ്റ്റ് നമ്മൾ നോക്കുക. നമ്മളിപ്പോ നാളെ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് ലിസ്റ്റ് നോക്കിയിട്ട് ഇതിലേത് ഞാൻ ആദ്യം ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യാം. ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ ടെസ്റ്റ്, നമ്മൾ ലിസ്റ്റ് എഴുതി വെച്ചു, പക്ഷെ പിറ്റേ ദിവസം വരുമ്പോഴേക്കും ആവും പറയാം എനിക്ക് സ്കൂളിൽ ടെസ്റ്റ് ഉണ്ട്, അപ്പൊ എന്നെ ഒന്ന് പഠിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രയോറിറ്റി എവിടെ അത് വരും. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ചെറിയൊരു പനി പോലെ നമ്മുടെ വീട്ടില് ഹസ്ബൻഡിനോ പാരന്റ്സിനോ കുട്ടികൾക്കോ പനി പോലെ, അപ്പൊ നമ്മൾ അവരെ കെയർ ചെയ്യാന്നുള്ളതായിരിക്കും നമ്മളുടെ പ്രയോറിറ്റി. ഇതൊന്നുമില്ല, എനിക്ക് ക്ലാസ് ഉണ്ട്, സോ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ, ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അപ്പൊ അന്നത്തെ ദിവസം വേറെ പ്രശ്നങ്ങളുണ്ട്, സോ അന്നത്തെ പ്രയോറിറ്റി ക്ലാസ് ആയിരിക്കും. അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്ന അസൈൻമെന്റ്, ക്ലാസ്സിൽ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് തന്നു, സോ ഫസ്റ്റ് പ്രയോറിറ്റി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ടോപ്പിക് ഞാനൊന്ന് മനസ്സിലാക്കണം, സോ അത് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം
പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ഇത്ര സമയം വീട്ടിലിരുന്ന് എനിക്ക് പ്രയർ ചെയ്യണം. സോ ഇഫ് ദാറ്റ് ഈസ് യുവർ പ്രയോറിറ്റി, യു ക്യാൻ പ്രയോറിറ്റൈസ് എ ലിസ്റ്റ്. അത് നിങ്ങൾക്കൊല്ല അണ്ടർലൈൻ ചെയ്യൂ, കളർ പെൻ വെച്ചിട്ടോ ടിക്ക് ചെയ്യോ, അത് ദാറ്റ് ഈസ് അപ് ടു യു, നിങ്ങളുടെ രീതി. ഓക്കെ. സോ നമ്മൾ ഡയറി എഴുതാനും ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ഇന്ന് തുടങ്ങി നമ്മൾ തുടങ്ങുക. ഓക്കെ. ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ ഡയറി ഫോമാറ്റ് തരാനായിട്ട് ഞാൻ നോക്കട്ടെ, അതെവിടെയാന്നൊക്കെ ഒന്ന് നോക്കിയെടുക്കണം. സോ ആ രീതിയിൽ ചെയ്തു പോവാം. ഓക്കെ. അപ്പൊ ഇത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മിസ് റെക്കോർഡ് എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യണമായിരിക്കും? ഫസ്റ്റ് റെക്കോർഡ് ഞാൻ എന്നാ പറഞ്ഞേ? മീൻസ് എന്നാ തുടങ്ങാൻ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഏത് ഡേ ആയിരുന്നു? കഴിഞ്ഞ ആഴ്ചയാണോ? ഡീറ്റെയിൽസ് ക്ലാസ് റൂമിൽ വന്നില്ലേ? ക്ലാസ് റൂമിൽ ഇടുവോ? ഇപ്പോഴാണ് വന്നത്. ക്ലാസ് റൂമിൽ ഇന്ന് വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കൂ. നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സില് ക്ലാസ് തീരാറാവുമ്പോൾ ലാസ്റ്റ് 10 to 15 മിനിറ്റ്സിൽ നമുക്ക് അതിന്റെ ഡൗട്ടൊക്കെ നിങ്ങളെ ലീഡേഴ്സ് കളക്ട് ചെയ്ത് വെക്കണം. മറ്റുള്ളവരിൽ നിന്ന് ഡൗട്ട്സ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് മിനിറ്റ്സിൽ നമ്മൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യും. ഇനിയിപ്പോ കളക്ട് ചെയ്യാതെ പോയ ഡൗട്ട്സും നമ്മൾ ആ സമയത്ത് തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ട്, ഡൗട്ട് ഉണ്ടെങ്കിൽ എഴുതി തുടങ്ങണ്ട, ഡൗട്ട് ക്ലാരിഫിക്കേഷന് ശേഷം എഴുതി തുടങ്ങുക. ഇനി നമ്മുടെ ക്ലാസ് എന്നാ? Thursday. ഓക്കെ. അപ്പൊ അന്ന് നമുക്ക് നിങ്ങൾ ഡൗട്ട് ഒക്കെ നോക്കി വെക്കുക, ലീഡേഴ്സ് ഓർമ്മിപ്പിക്കുക. ഡൗട്ട് ഉള്ളവരെല്ലാം ഡൗട്ട് നോട്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ വരാൻ പറ. അവര് തന്നെ ചോദിക്കട്ടെ, അതായിരിക്കും നല്ലത്. ഡൗട്ട് എല്ലാരും നോട്ട് ചെയ്ത് വരണം. പെട്ടെന്ന് ആ സമയത്ത് ഓടിപ്പോയി നോക്കിയിട്ട് ഡൗട്ട് ചോദിക്കല്ല, എല്ലാം നോക്കി വായിച്ചിട്ട്. ഫസ്റ്റ് റെക്കോർഡ് മാത്രം കേട്ടോ, മൈ കളക്ഷൻ ബുക്ക് എന്നുള്ള ഫസ്റ്റ് വൺ മാത്രം. ഞാൻ 4 റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4ഉം വായിച്ചോളൂ, നോ പ്രോബ്ലം. ബട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഫസ്റ്റ് മൈ കളക്ഷൻ ബുക്കാണ്. അപ്പൊ അതിന്റെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകാതെയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ട് വരും. 2 അസൈൻമെന്റ് കൂടെ ഇട്ടിട്ടുണ്ടല്ലോ ക്ലാസ് റൂമിൽ. 2 അസൈൻമെന്റ് നോക്കട്ടെ കേട്ടോ കൊടുത്തത്. Collect related pictures or draw by yourself of health, physical fitness and wellness. അതാണ് ഒരു അസൈൻമെന്റ്. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിച്ചില്ലേ, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. നമ്മളത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു. നല്ല ഭക്ഷണം കഴിക്കുന്നു, എനിക്ക് നല്ല ഹെൽത്തായി. ഞാൻ നല്ലപോലെ എക്സസൈസ് ചെയ്തു, ഫിസിക്കലി ഫിറ്റ് ആണ്. ബട്ട് ഞാൻ എന്റെ വീട്ടില് ഭയങ്കര വഴക്കം ബഹളമാണെങ്കിൽ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും. അതായത് എന്റെ മെന്റൽ ഹെൽത്തും ഹൈജീനും ലോ ആയി. ഞാൻ ഒട്ടും സുഖമല്ല, എനിക്ക് സുഖവും സമാധാനവും ഇല്ല, ഞാൻ വെൽബീയിങ് അല്ല. സോ വെൽനസ്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എനിക്ക് നല്ല സാലറി കിട്ടുന്നുണ്ട്, പക്ഷെ ജോലി സ്ഥലത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ബോസിന്റെ എന്നും വഴക്കാണ്, എല്ലാ ദിവസവും എന്റെ നേരെ ഷൗട്ട് ചെയ്യും. ബട്ട് എത്ര ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലക്ഷങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വെൽബീയിങ് അത് വളരെ താഴെയാണ്. അപ്പൊ ഇതിന് നമ്മള് പിക്ചേഴ്സ് കളക്ട് ചെയ്യാണ്, പോസിറ്റീവ് ആയിട്ടുള്ളത്. ഹെൽത്ത്, ഒരാള് ഹെൽത്തിനെ റിലേറ്റഡ് നമുക്ക് എന്തൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാം? നല്ല ഭക്ഷണം കഴിക്കുന്നത് അല്ലെ, പിന്നെ രാവിലെയും വൈകിട്ടും ടേക്കിംഗ് ബാത്ത്. പിക്ചേഴ്സ് മതി, റൈറ്റിംഗ്സ് ഒന്നും വേണ്ട. അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്നത്, അതൊക്കെ ഹെൽത്ത് കാണിക്കുന്നതല്ലേ. സൗണ്ട് സ്ലീപ്പ്, നല്ലപോലെ ഉറങ്ങണത്, അങ്ങനെയുള്ള പിക്ചേഴ്സ് ഏതെങ്കിലും നിങ്ങൾ കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്, എക്സസൈസ് ചെയ്യുന്ന കാണിക്കാലോ, റണ്ണിങ്, സ്വിമ്മിങ്, അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ അതിന്റെ പിക്ചേഴ്സ് കാണിക്കാം. പിന്നെ വെൽനെസ്, നമ്മുടെ ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഇവിടെ ഫോട്ടോയിലും മതി. ടി വി കാണുന്നു, എല്ലാവരും കൂടെ ചേർന്നിട്ടിരുന്ന് ടി വി കാണുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിക്നിക്കിന് പോകുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രയർ, അതൊക്കെ വെൽനെസ്സിന് എക്സാമ്പിൾ ആണ്. ഓഫീസിലാണെങ്കിലും അങ്ങനെ. ഫ്രണ്ട്സും ആയിട്ടിരിക്കുന്ന, ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു പിക്ക് ആണെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ക്ലിയർ ആയോ അസൈൻമെന്റ്? മിസ് സ്നോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നോ ഫ്ലേക്സ് നമ്മളുടെ ഗീത കാണിച്ചായിരുന്നു. ചെയ്തിട്ടുണ്ടോ? അഞ്ജിത ചെയ്തിട്ടുണ്ടോ? യെസ്, ബ്യൂട്ടിഫുൾ. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെയൊക്കെ ഒന്ന് പഠിപ്പിക്കാമോ? ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാക്കി. 2 പേര് നമ്മളെ പഠിപ്പിക്കാൻ യൂട്യൂബ് നോക്കി പഠിക്കും. ഇതേ പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞു.
യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. പക്ഷെ എന്നാൽ നമ്മൾ ക്ലാസ്സിലൊന്ന് ലൈവായിട്ട് ചെയ്യുമ്പോൾ രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലർക്ക് യൂട്യൂബ് നോക്കിയത് സമയം ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരുമ്പോ ഒരു 5 minutesന്റെ കാര്യം ഉണ്ടാവുള്ളായിരിക്കും. അത് കട്ട് ചെയ്യുന്ന രീതി വൈറ്റിലായിരിക്കണം. ഞാൻ കളർ പേപ്പർ ചെയ്തു. സ്നോയുടെ കളർ വൈറ്റ് ആണല്ലോ. സോ സ്നോ ഫ്ലേക്സ് നമ്മുടെ ഡിസംബർ വരുവാണ്, ബ്യൂട്ടിഫുൾ മന്ത്. അപ്പൊ ആ സമയത്ത് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പൊ അടുത്ത ഈ അസൈൻമെന്റ് ക്ലിയർ ആയില്ലേ? മറ്റേ അസൈൻമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അത് ഫൈൻഡ് ഔട്ട് ഡിഫറെന്റ് മീഡിയ വിച്ച് പ്രൊവൈഡ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. അതിന്റെ ഡിഫറെന്റ് മീഡിയസ്. റേഡിയോയില് അതിന്റെ പ്രോഗ്രാമിന്റെ പേരോ ബുക്കിന്റെ പേരോ മതി, കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ട. റേഡിയോയിലല്ലേ ആരോഗ്യ രംഗോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകാശവാണിയിൽ കേൾക്കാറുണ്ട്. ടി വിയിൽ അതുപോലെ എന്തെങ്കിലും ആരോഗ്യ എന്താ പറഞ്ഞിട്ട് പ്രോഗ്രാം ഇല്ലേ, ഡോക്ടറോട് ചോദിക്കുന്നതും അങ്ങനെയുള്ളത്. മാഗസീൻസ് ഉണ്ട്. ആരോഗ്യം എന്നുള്ള ഒരു മാഗസീൻ ഉണ്ടല്ലോ, ആരോഗ്യ മാസികാന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പിന്നെ മൂവീസ് ഉണ്ടാവും, ഹെൽത്ത് റിലേറ്റഡ് ആ ഒരു അവയർനെസ് തരുന്ന മൂവീസ് കാണും. ചില ഡോക്യുമെന്ററികൾ കാണും, മാഗസീൻസ് കാണും. അതിന്റെയൊക്കെ പേര് മതി. ഏതൊക്കെ മീഡിയാസിലൂടെയാണ് അങ്ങനെയുള്ള ആ പേരുകൾ മതി. ക്ലിയർ ആയില്ലേ? 2 അസൈൻമെന്റും ക്ലിയർ ആയില്ലേ? അസൈൻമെന്റ് നിങ്ങൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണം. ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞില്ലേ, ഡയറി എഴുതുക, ലിസ്റ്റ് എഴുതുക, അതെല്ലാം നിങ്ങൾ ചെയ്ത് കയ്യിൽ വെച്ചാൽ മതി, വേറൊരാളെ കാണിക്കേണ്ട. ഇതിപ്പോ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യാനുള്ള ആ ഒരു സർവേ പോലത്തെ, അത് വേറൊരാളെ കാണിക്കാനുള്ളതല്ല, നമ്മൾ തന്നെ കയ്യിൽ വെക്കാനുള്ളതാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞു തരുന്നത് മാത്രം ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? യെസ് ടീച്ചർ. ടീച്ചർ റെക്കോർഡ് ബുക്ക് 144 pages മതിയോ? മതി, ഇനഫ്. ഓക്കെ. ലാസ്റ്റ് ഡേറ്റ് എപ്പോ വരുവോ? എന്തോ റെക്കോർഡിന്റെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ പറയാമോ? മിസ്സേ, നമ്മൾ റെക്കോർഡ് നമ്മൾ ലാബിലൊക്കെ ചെയ്യണ പോലത്തെ ഒരു സൈഡ് ബ്ലാങ്കും ഒരു സൈഡ് ലൈനുള്ള റെക്കോർഡ് അല്ലേ? അതെ അതെ അതെ. ഞാൻ എന്റെ റെക്കോർഡ് ഇവിടെ ഇരിക്കുന്നത് അടുത്ത് കാണിക്കാൻ നോക്കിയതാണേ. ഇതിപ്പോ എന്തെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ സൈഡിൽ ഒട്ടിക്കാം, അതിന്റെ റൈറ്റിംഗ്സ് ഈ സൈഡിൽ. ഇത് നിങ്ങളുടെ ലാസ്റ്റ് 5ാമത്തെ റെക്കോർഡാട്ടോ, അതിന്റെ പിക്ചേഴ്സ് ആണ് ഇത്. മിസ്സേ, ഫസ്റ്റത്തെ 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ളതല്ലേ വേണ്ടേ? മൈ കളക്ഷൻ ബുക്കിലും അതുപോലെ തന്നെ ഒരു കിഡ്സ് ആക്ടിവിറ്റി എന്നുള്ളതുണ്ട്. 2 എണ്ണം ഹാൻഡ് റൈറ്റിംഗ് സൂപ്പർ, താങ്ക് യു. 2 എണ്ണം 2 സൈഡ് പ്ലെയിൻ ആവുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ ഫുൾ പിക്ചേഴ്സ് ആ വരുന്നത്, കുറച്ച് റൈറ്റിങ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് എല്ലാം റൈറ്റ് സൈഡ് റൂൾഡും ലെഫ്റ്റ് സൈഡ് പ്ലെയിനും. കാരണം പിന്നെയുള്ളതൊക്കെ നമുക്ക് എഴുതാനും. അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്ലാങ്ക് പേജ് ഉള്ളതാണ്, ആദ്യം വാങ്ങേണ്ടത് ഫുള്ള് ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്. അതായാലും മറ്റതായാലും കുഴപ്പമില്ല. പക്ഷെ എന്താന്ന് വെച്ചാലേ അതിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ എഴുതാനുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഒട്ടിക്കാനുള്ളത്. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചങ്ങ് പോയി. ആ ബുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക, അതിനെ കാണിച്ചു തരായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സൈഡ് ഇങ്ങനെ വെറുതെ കിടക്കുകയല്ല. അപ്പൊ ഞാൻ 2 സൈഡ് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനത് 2 സൈഡും പ്ലെയിൻ ആയിട്ടുള്ള റെക്കോർഡാണ് വാങ്ങിച്ചത്. കാരണം ഈ ലൈൻസിന്റെ മുകളിൽ കൂടെ പടം ഒട്ടിക്കുമ്പോ നമുക്കൊരു സുഖം തോന്നില്ലല്ലോ. മിസ് ഒരു ഡൗട്ട്, ട്രഡീഷണൽ നോളേജ് ഫ്രം എൽഡേഴ്സ് ഇല്ലേ, അത് മിസ് ഒന്നും പറഞ്ഞില്ല, മറ്റേ മാവിലയുടെ സംഭവം. അതുപോലെ നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോഴേ പല്ലി ചിലയ്ക്കുമ്പോ അത് സത്യമാണെന്നൊക്കെ പറയില്ലേ, അതപ്പോ പഴഞ്ചൊല്ലിലോട്ട് പോവില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ ട്രഡീഷണൽ നോളജ് എഴുതുമ്പോ അതൊരു ഫാക്റ്റ് ആയിരിക്കണം, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആവുന്നതായിരിക്കണം. നമ്മളുടെ ബ്ലൈൻഡ് ബിലീഫ് അങ്ങനത്തെ ഉള്ളതൊന്നും ആവരുതെന്ന് പറഞ്ഞു. അതാ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ഫുള്ള് അന്ധവിശ്വാസത്തിലോട്ട് പോണത്. അതാണ്, അത് അങ്ങനത്തെ ആവരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതി വന്നപ്പോ എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആയിന്ന് മാത്രം. മിസ്സേ, പിന്നെ നമ്മൾ ഈ ഡൊമസ്റ്റിക് അനിമലിന്റെ പിക്ചർ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണോ? നമ്മളുടെ ഈ ഒരു ബുക്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട. ഡീറ്റെയിൽ എഴുതേണ്ടത് ആദ്യത്തെ കുറച്ച് ഭാഗം. ഞാനത് നിങ്ങൾ ഇനി ഇതൊന്ന് വായിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വാ, അപ്പൊ കുറച്ചുകൂടെ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് ഞാൻ
ഞാൻ നോക്കി വായിച്ചു പ്രസന്റ് ചെയ്ത് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞു പോയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സെൽഫ് കോപ്പി ആയിട്ട് കിട്ടും, ക്ലാസ് റൂമിൽ കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്നുകൂടെ നോക്കിയിട്ട് ഡൗട്ട്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് വരും. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് വേണ്ടി ചെയ്യാം. Okay, thank you, ma'am. Teacher, thank you. താങ്ക് യു മിസ്. താങ്ക് യു മിസ്സേ. കുറെ പേര് മിസ്സിംഗ് ആണല്ലോ. ഓക്കെ, ബൈ. ടീച്ചറുടെ വീട് എവിടെയാ? നോർത്ത് പറവൂർ. നോർത്ത് പറവൂർ, എറണാകുളം. അതെ. ഞാൻ കണ്ണൂർ. ആണോ? ടീച്ചർ വന്നിട്ടുണ്ടോ? കണ്ണൂർ വരാറുണ്ടോ? കണ്ണൂര് പാസ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡ് ഒരു പ്രാവശ്യം മീറ്റിംഗിന് പോകുമ്പോൾ അങ്ങനെ ട്രെയിനിൽ അങ്ങനെ പാസ് ചെയ്ത് പോയി. പണ്ട് ഒരു 20 years ബാക്ക് ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഓ, ലോങ് ഇയേഴ്സ് ബാക്ക്. യാ. മിസ് ടീച്ചറായിട്ട് തന്നെയാണോ